മുബഷീർ, ഇപ്പോൾ ദീപ്തി പരസ്യമായി പ്രതികരിച്ചത് സാധാരണ പ്രവർത്തകയായി അല്ലെങ്കിൽ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയായി തുടരുമെന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പുറത്തേക്ക് വരുന്നു. ദീപ്തിയുടെ പേര് ആദ്യം ഉയർന്നു കേട്ടു, പിന്നീട് പലതരത്തിൽ ലത്തീൻ പ്രതിനിധി വേണം എന്നുള്ള തരത്തിൽ വേറെ ചില എറണാകുളത്തെ തന്നെ നേതാക്കൾ അതിൽ ശാഠ്യം പിടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നാണ്. ഇപ്പോൾ എന്താണ് ദീപ്തിക്ക് വേണ്ടി പുറത്തു പറഞ്ഞിരിക്കുന്ന പരസ്യ പ്രതികരണം നടത്തിയിരിക്കുന്ന അജയ് തറയിൽ എടുത്തിരിക്കുന്ന നിലപാട്? KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തിയെ തഴഞ്ഞതിന് എന്ത് കാരണമെന്നാണ് അവരുടെ മനസ്സിലാക്കൽ? സ്മൃതി, വലിയ ഭൂരിപക്ഷത്തിൽ കൊച്ചി കോർപ്പറേഷൻ UDF തിരിച്ചു പിടിച്ചെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തെ ചൊല്ലി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന KPCC ജനറൽ സെക്രട്ടറിയുടെ ദീപ്തി മേരി വർഗീസിന് അവസാന ഘട്ടത്തിൽ തഴഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതൃപ്തി പരസ്യമാക്കി ദീപ്തി രംഗത്ത് വന്നിരുന്നു. KPCCയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നീക്കം നടന്നിട്ടുണ്ട്. കോർ കമ്മിറ്റി യോഗം വിളിക്കാതെയുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം DCC നടത്തിയതെന്നുള്ളതായിരുന്നു ദീപ്തി പറഞ്ഞിരുന്നത്. KPCCക്ക് പരാതി കൊടുക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള അജയ് തറയിൽ പൂർണ്ണമായിട്ടും ദീപ്തിയെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ KSUവിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു വരുന്ന ദീപ്തി മേരി വർഗീസിന് എന്തുകൊണ്ട് കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് തടഞ്ഞു എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. വൻ അട്ടിമറിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക പവർ ഗ്രൂപ്പ് ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടാൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ വെല്ലുവിളികളാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അജയ് തറയിൽ വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടനും ദീപ്തിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന് നമ്മൾ കണ്ടതായിരുന്നു. മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രതികരണം അല്പസമയത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ദീപ്തി മേയർ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുത്തവരെ പൂർണ്ണമായിട്ടും അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ അതൃപ്തി ഇന്ന് വീണ്ടും പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 കൗൺസിലർമാരുടെ പിന്തുണ മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്ന കുപ്രചരണം ഒരു വിഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൗൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷം കൗൺസിലർമാരുടെ പിന്തുണ തനിക്കുണ്ടായിരുന്നു. പക്ഷേ ഏതൊക്കെയോ തരത്തിലുള്ള നീക്കങ്ങൾ നടന്നത് മൂലമാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കോർ കമ്മിറ്റി യോഗം ചേരുമെന്ന് പറഞ്ഞിരുന്ന DCC നേതൃത്വം അത് അട്ടിമറിച്ചുകൊണ്ടുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റിനെയും NV വേണുഗോപാലിനെയും ഡൊമിനിക് പ്രസന്റേഷനുമെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ദീപ്തി മേരി വർഗീസ് ഉന്നയിക്കുന്നത്. KPCC പറയുന്ന പ്രകാരം സർക്കുലർ പ്രകാരം ഭാരവാഹിയായിട്ടുള്ള KPCC ഭാരവാഹിത്വമുള്ള ഒരാളെ പ്രഥമമായിട്ട് പരിഗണിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അവിടെ തടഞ്ഞെന്നൊരു ചോദ്യം ദീപ്തി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ തന്നെ മുൻനിർത്തിയുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെയായിരുന്നു കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിരുന്നത്. അപ്പോൾ എന്താണ് അവസാന ഘട്ടത്തിൽ സംഭവിച്ചെന്നൊരു ചോദ്യം തന്നെയാണ് ദീപ്തിയുടെ ഭാഗത്തെ സാമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ദീപ്തിയെ മാറ്റി നിർത്തിയിരുന്നൊരു വിമർശനമാണ് KC വേണുഗോപാൽ പക്ഷം ദീപ്തിയെ അനുകൂലിക്കുന്ന പക്ഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശേഷവും മിനിമോൾ ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിക്കുന്നതിന് വേണ്ടി ലത്തീൻ സഭയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിമാറി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ പ്രതികരണം വരുന്നുണ്ട്. സ്മൃതി, നമുക്ക് ആ ഒരു പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. DCCയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നുണ്ടല്ലോ, അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. DCC പ്രസിഡന്റായിരുന്ന ഒരാളുകൂടിയാണ്. അല്ല, സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനം ആഗ്രഹിക്കുന്നവരുണ്ടാവും, സ്ഥാനം കിട്ടാത്തവരുണ്ടാവും, അതിൻ്റെതായ ഒരു പ്രയാസങ്ങളുണ്ടാവും. അതെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും KPCCയുടെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചു DCC. അല്ല, അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ ആളല്ല, അതൊക്കെ KPCC തീരുമാനിക്കേണ്ട കാര്യം. ഗ്രൂപ്പിനിടയിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ പറ്റാതെ പോയോ? അതാണ് സംഭവിച്ചത്. ഇപ്പൊ ഗ്രൂപ്പില്ലല്ലോ. കേന്ദ്രീകരിച്ച ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അജയ് തറയിൽ TJ വിനോദിന്റെ പ്രതികരണമാണ് കണ്ടത്. എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഗ്രൂപ്പ് ഇല്ലെന്ന് ഒരു പക്ഷം പറയുന്നു, പവർ ഗ്രൂപ്പ് രൂപപ്പെട്ടു എന്ന് ഒരു പക്ഷം പറയുന്നു. അല്ല, സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ, അജയ് തറയിൽ എന്ത് അടിസ്ഥാനത്തിലാണത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഈ A ഗ്രൂപ്പും I ഗ്രൂപ്പിലെ പ്രബലമായ 2 പക്ഷം കൂടി ചേർന്നുകൊണ്ടാണോ താങ്കൾ പറഞ്ഞ ഗ്രൂപ്പ് ഇല്ലാതായി? അല്ല, ഗ്രൂപ്പ് ഇല്ലല്ലോ, ഈ പാർട്ടിയിൽ ഗ്രൂപ്പ് ഇല്ലല്ലോ, സ്വാഭാവികമല്ലോ. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ TJ വിനോദിന്റെ പ്രതികരണമാണ് കണ്ടത്. പക്ഷേ KPCC മാനദണ്ഡങ്ങൾ ലംഘിച്ചു, കോർ കമ്മിറ്റി യോഗം ചേരുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു യോഗം ചേരാതെ തന്നെ തീരുമാനമെടുത്തു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ദീപ്തി പക്ഷം പറയുന്നത്. അതേസമയം ഒരു ലത്തീൻ പ്രതിനിധി എന്നതിലേക്ക് എങ്ങനെയാണ് പിന്നീട് കാര്യങ്ങൾ മാറിയത്? ഈ തരത്തിൽ യോഗം വിളിക്കാതിരുന്നതിനെ കുറിച്ചും ഈ KPCCയുടെ സർക്കുലർ ലംഘിച്ചതിനെ കുറിച്ചും എതിർപക്ഷം പറയുന്ന വാദം എന്താണ് അർജുൻ? സ്മൃതി, തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു കേട്ട പേരാണ് ദീപ്തി മേരി വർഗീസ്. അതോടൊപ്പം തന്നെ മറ്റ് ഷൈനി മാത്യു, അതോടൊപ്പം തന്നെ VK മിനിമോളുടെ പേരും ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നു. ഇതിൽ മിനിമോളും ഷൈനി മാത്യു നേരത്തെ തന്നെ കഴിഞ്ഞ 3 തവണയും 4 തവണയും ഒക്കെ തന്നെയായി കൗൺസിലർമാരായി തുടരുന്നുണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ 2015 സൗമിനി ജെയിൻ മേയറായപ്പോൾ രണ്ടാമത്തെ ടേം
അത് ഷൈനി മാത്യുവിന് നൽകാം എന്ന ഒരു ഉപാധി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ലംഘിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ വിജയത്തിന് ശേഷം ലത്തീൻ സഭ പരസ്യമായി നിലപാടെടുത്തതാണ് ഈ ട്വിസ്റ്റിന്റെ ഒരു തുടക്കമായി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ലത്തീൻ സഭയിൽപ്പെട്ട ഒരാളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന നിലപാട് ശക്തമായി തന്നെ ലത്തീൻ സഭ സ്വീകരിക്കുന്നു. മാത്രവുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സ്വാഭാവികമായും ലത്തീൻ സഭയുടെ അഭിപ്രായം മാനിക്കുക എന്നൊരു പൊതുവികാരം കോൺഗ്രസിലെ നേതാക്കളിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അപ്പോഴും KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിനുശേഷമാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലാകട്ടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ഷൈനി മാത്യുവിനാണ്, പിന്നീട് VK മിനിമോൾക്കാണ്. അതിനുശേഷമാണ് ദീപ്തി മേരി വർഗീസിന് പിന്തുണ ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു അഭിപ്രായം കൂടി മുഖവിലക്കെടുക്കേണ്ട സാഹചര്യമുണ്ടായത്. അവരുടെ അഭിപ്രായം ഇതിൽ നിർണായകമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഒടുവിൽ VK മിനിമോൾ ആദ്യ പകുതിയിൽ മേയർ ആവട്ടെ എന്നും അതിനുശേഷം തുടർന്നുള്ള 2.5 വർഷം ഷൈനി മാത്യു മേയർ ആകട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ നോംസ് അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ 3 തവണയായി ഇത്തരത്തിൽ കൗൺസിലറായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായിരുന്നു VK മിനിമോൾ എന്നീ വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ VK മിനിമോളെ മേയറാക്കുന്നത് എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളും അതൃപ്തികളും അത് 1-2 ദിവസം കൊണ്ട് പൂർത്തിയാകും അല്ലെങ്കിൽ അവസാനിക്കുമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചില അതൃപ്തികൾ പുകയുന്നുണ്ട്. പക്ഷേ ഇത് അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രധാനപ്പെട്ട നേതാക്കൾ.